വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ നാഷണൽ ഡേവിൻ്റെ ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മൺഡേ നൈറ്റാണ്, ഒരു 10:30 ആയപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ജബൽ ജേസ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ലിതിനും ഭവനും ദുബായിന്ന് എത്തി. അപ്പോൾ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്യാമ്പിൻ ഏരിയ കണ്ടായിരുന്നെങ്കിലും അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അടുത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ അവിടെയാണ് നമ്മൾ ക്യാമ്പിങ്ങൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കത് അടിപൊളിയായിട്ട് സ്പേസൊക്കെ കിട്ടും. അപ്പോൾ 3 ടെൻറ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഗ്രില്ലിങ്ങിൻ്റെ സൈഡ് ആദ്യമേ ചാർക്കോളൊക്കെ തീയിടാൻ തുടങ്ങി. ആ സമയം കൊണ്ട് അവനും പിള്ളേരെല്ലാം കൂടെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് വന്നത്, കാരണം ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പം ഇത് ചാർക്കോളൊക്കെ ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് വിശക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അനീഷാണെങ്കിൽ മോന് കുറുക്കൊക്കെ സിർലാക്കൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി, പിള്ളേരൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ചില്ല് ചെയ്യുന്നത്. അപ്പോഴേക്ക് ആശാൻ്റെ ചവിട്ട് നാടകം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം നമുക്ക് വൈബിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കബാബാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. കബാബ് നല്ലൊരു മൂൺലൈറ്റും ഈ നൈറ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ പാചകത്തിൻ്റെ കലവറ രേവതി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതിൻ്റെ സ്പെഷ്യൽ ഗ്രില്ലിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിങ് എൻ്റെ മസാല ഫുള്ള് സെറ്റ് ചെയ്തെന്നു, ചിക്കൻ സെറ്റ് ചെയ്തതൊക്കെ അനീഷയാണ്. അനീഷിൻ്റെ അടിപൊളി ചിക്കൻ മസാലയായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്തത് അനീഷയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തു. എല്ലാ പ്രാവശ്യം പപ്പ ചോദിക്കും, എല്ലാ വർഷവും ഇത് ജബൽ ജേസ് നിങ്ങൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേങ്കിൽ അതൊരു ഫീലാണ്. നമ്മൾ ഒരേ വൈബുള്ള കുറച്ച് ആൾക്കാർ ഒന്നിച്ച് ഗ്രില്ല് ചെയ്തും കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കുന്ന ഒരു രസമല്ലേ. ആ ഒരൊറ്റ ഫീലിങ്സിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ജബൽ ജേസ് പോവും എല്ലാ വിൻ്റർ സീസണിലും. അപ്പോൾ അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാവശ്യം നമുക്ക് സജിത്തില്ല, പകരം ശില്പയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജബൽ ജേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തണുപ്പുണ്ട് ഇവിടെ. പക്ഷേങ്കിൽ കമ്പാരിറ്റീവ് ലാസ്റ്റ് ഇയറിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം നല്ല തണുപ്പ് കുറവുണ്ട്. പിന്നെ പിള്ളേർക്കൊന്നും തണുപ്പ് ഇവിടുത്തെ അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. ചെന്നിറങ്ങിയപ്പോൾ കുറച്ച് നല്ല തണുപ്പ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് തണുപ്പങ്ങ് കുറഞ്ഞു. പിന്നെ നോർമലി നമ്മളങ്ങ് സെറ്റായി. തണുപ്പുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വാഷ്റൂമൊന്നും അധികം യൂസ് ചെയ്യേണ്ടതും വന്നിട്ടില്ല. കാരണം വാഷ്റൂം ഈ ടൈമിൽ ഇവിടെ ഭയങ്കര റഷാണ്. ആകെ ഒരു ഏരിയയിൽ ആകെ ഒരു മെയിൽ വാഷ്റൂം ഒരു ഫീമെയിൽ വാഷ്റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വരുന്നവർ അതൊക്കെ കരുതിയിട്ട് വരിക, കാരണം വാഷ്റൂമിൽ നല്ല നീണ്ട ക്യൂ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അവർ കുക്കിങ്ങൊക്കെ സെറ്റാവുന്ന സമയം കൊണ്ട് കുറച്ച് നേരം അന്താക്ഷരി കളിച്ചു, കുറച്ച് ഡാൻസ് കളിച്ചു, പിന്നെ കുറച്ച് ഗെയിംസും അങ്ങനെയൊക്കെ കളിച്ച് നമ്മളെ ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അനീഷയുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി മസാലയായിരുന്നു കേട്ടോ. എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കബാബും നമ്മളെ ചിക്കൻ ഗ്രില്ലും എല്ലാം കഴിച്ച് അടിച്ച് പൊളിച്ച് ഒരു നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത് അതിനെ നമുക്ക് വാഷ്റൂമൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഒന്ന് ചില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങും. പിന്നെ നമുക്ക് രാവിലെ എണീറ്റിട്ട് സൺറൈസ് കാണണം. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ നമ്മളിനി എന്തായാലും ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് ആയപ്പോൾ നയര എണീറ്റിട്ട് എല്ലാവരും വിളിച്ചുണർത്താണ്. നയരയാണ് ഫസ്റ്റ് എണീറ്റത്. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തൊക്കെ ബോയ്സ് എണീറ്റ് വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ബാക്കി എല്ലാവരും ഇപ്പോൾ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ നയരത് ഭാവനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഭാവന എണീക്കുന്നില്ല. ഗുഡ് മോർണിംഗ് പറ. എല്ലാവരും വിളി, ഷിയനെ വിളിക്ക്. അങ്ങനെ നമ്മളെല്ലാവരും എണീറ്റ്, കാരണം ഇപ്പോൾ ഒരു 6:30 ആയി. അപ്പോൾ സൺറൈസിങ് ഓൾമോസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കുത്തിപ്പൊക്കി കൊടുക്കുക. പക്ഷേ എല്ലാവരും നമ്മൾ ലേറ്റായിട്ടാണല്ലോ ഉറങ്ങിയത്. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന തിരക്കില്ല. നേരെ അപ്പോൾ അതിന് ആരും എണീക്കുന്നില്ല പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് സൺറൈസൊക്കെ കണ്ടിട്ട് വരാം. എന്നിട്ട് ഇവരൊക്കെ എണീക്കട്ടെ, ബാക്കിയുള്ളവർ നമുക്ക് നോക്കാം. ഫൈനലി ഇപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. സൺറൈസിങ് ഒന്നും എല്ലാവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അത് ഭാവന ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ചായയൊക്കെ കുടിക്കാം. ചായ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കോഫി പൗഡറൊക്കെ കൊണ്ടായിരുന്നെങ്കിലും
നമുക്ക് ചായൻ്റെ പാൻ എടുക്കാൻ നമ്മൾ മറന്നുപോയി, അതിവിദഗ്ധമായി മറന്നതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ, അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ വാങ്ങി, നമുക്ക് ഗേൾസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരും ഇപ്പോഴും എണീറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. കാരണം മനീഷയ്ക്കും ഒക്കെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് നമുക്കിനി ടെൻറ്റൊക്കെ അഴിച്ചു മാറ്റണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ വീഡിയോ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജബൽ ജേസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ കുറച്ച് താഴോട്ട് നമ്മൾ ജബൽ ജേസ് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഇന്നിപ്പോൾ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജബൽ ജേസ് എപ്പോഴും റഷ് തന്നെയായിരിക്കും, എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇന്നലെ നമ്മൾ വന്നുകൊണ്ട് നമ്മളിന്ന് പോകുന്നു, ഇന്നത്തെ ആൾക്കാർ ഇന്ന് വരുന്നുണ്ട്. അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ നാഷണൽ ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പം വേറെ ഒന്നുമില്ല. താങ്ക് യു.